ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരോഗ്യനില സങ്കീർണമായി തുടരുന്നു. ശ്വാസകോശത്തിലും അണുബാധ തുടരുന്നു. ഫെബ്രുവരി 14 മുതൽ ഫ്രാൻസിസ് മാർപ്പാപ്പ റോമിലെ ഗമേലി ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് അനുപമ ശ്രീദേവിയുണ്ട്. അനുപമ, വിശ്വാസികളെല്ലാം പ്രാർത്ഥനയിലാണ്. ആയിരക്കണക്കിന് വിശ്വാസികൾ. എന്താണ് റോമിലെ ആശുപത്രിയിൽ നിന്നും പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ? അരുണ്യ, ഇക്കഴിഞ്ഞ ഫെബ്രുവരി 14 ഫ്രാൻസിസ് മാർപ്പാപ്പയെ 88-കാരനായ ഫ്രാൻസിസ് മാർപ്പാപ്പയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. അന്ന് ബ്രോങ്കൈറ്റിസ് ലക്ഷണങ്ങളുമായിട്ടായിരുന്നു ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. തുടർന്നുള്ള പരിശോധനയിൽ ഇക്കഴിഞ്ഞ തിങ്കളാഴ്ച അദ്ദേഹത്തിന് ശ്വാസകോശത്തിൽ അണുബാധ സ്ഥിരീകരിച്ചതായിട്ടൊരു റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു. ഇതിന്റെ തുടർച്ചയായിട്ടുള്ള ഒരു മെഡിക്കൽ ബുള്ളറ്റിനാണ് വത്തിക്കാൻ ഇന്നലെ പുറത്തുവിട്ടിരിക്കുന്നത്. ഇത് പ്രകാരം മാർപ്പാപ്പയുടെ ശ്വാസകോശത്തിന്റെ 2 ഭാഗങ്ങളിലും ഈ കടുത്ത ന്യൂമോണിയ ബാധിച്ചതായിട്ടാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്ന റിപ്പോർട്ട്. അപ്പോഴും വിശ്വാസികൾക്ക് ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം ഉണ്ടെന്ന് പറയുന്നില്ല. അദ്ദേഹം വിശ്രമത്തിലാണ്. പതിവ് രീതിയിൽ തുടർന്ന് വായനയിലും മറ്റ് കാര്യങ്ങളിലുമെല്ലാം അത് ശ്രദ്ധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആശങ്കയുടെ ഒരു സാഹചര്യമില്ല. അപ്പോഴും ആരോഗ്യനില സങ്കീർണമായി തുടരുന്നു എന്ന് തന്നെയാണ് മാർപ്പാപ്പയെക്കുറിച്ചുള്ള ആരോഗ്യ ബുള്ളറ്റിൻ വത്തിക്കാൻ പുറത്തുവിടുന്നത്. ഈ അദ്ദേഹത്തിന് ഈ അണുബാധ കുറച്ച് ഗുരുതരമായിട്ടുള്ളൊരു സിറ്റുവേഷനാണ്. എന്താണെന്ന് വെച്ചാൽ 21-ാം വയസ്സിൽ അദ്ദേഹത്തിന് മറ്റൊരു ശ്വാസകോശ അണുബാധയെ തുടർന്ന് ശ്വാസകോശത്തിൻ്റെ ഒരു ഭാഗം നീക്കം ചെയ്തിട്ടുണ്ട്. ഈ ഒരു കാരണം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഈ തുടർച്ചയായിട്ടുള്ള അണുബാധകൾ അദ്ദേഹത്തിൻ്റെ ആരോഗ്യനിലയെ ആശങ്കപ്പെടുത്തുന്നതാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് അദ്ദേഹത്തിന് ഈ ആശുപത്രി വാസം നീളുന്നു എന്നാണുള്ള റിപ്പോർട്ടുകൾ വരുന്നത്. ആദ്യമായിട്ടാണ് ഈ ശസ്ത്രക്രിയ ഇതര ആവശ്യങ്ങൾക്കായി മാർപ്പാപ്പ ഇത്രയും ദിവസം തുടരുന്നത്. ഇപ്പോൾ വെള്ളിയാഴ്ച മുതൽ ഇന്നത്തെ ദിവസം വരെ 6 ദിവസമായി മാർപ്പാപ്പ ആശുപത്രിയിലാണുള്ളത്. ഇതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടുള്ളൊരു ആശങ്കയുടെ സാഹചര്യം ഉണ്ടെന്നും അദ്ദേഹത്തിൻ്റെ ആരോഗ്യനിലയിൽ വലിയ രീതിയിലുള്ള ആശങ്കകൾ ഉണ്ടാകാനുള്ള സാഹചര്യമുണ്ട്. നമുക്കറിയാവുന്നതുപോലെ ഈ റോമിലെ തന്നെ ഏറ്റവും വലിയ ആശുപത്രിയായിട്ടുള്ള അഗസ്റ്റീനോ ഗമീലി ആശുപത്രിയിലാണ് ഇപ്പോൾ മാർപ്പാപ്പയുള്ളത്. അവിടെ മാർപ്പാപ്പമാരെ ചികിത്സിക്കുന്നതിനുള്ള ഒരു പ്രത്യേക വിഭാഗം തന്നെയുണ്ട്. ഈ വിഭാഗത്തിലാണ് ഇപ്പോൾ മാർപ്പാപ്പ 6 ദിവസമായി ചികിത്സയിലുള്ളത്. ഈ ആശുപത്രിക്ക് മുന്നിലും ഈ വത്തിക്കാൻ്റെ മുന്നിലുമായിട്ടൊക്കെ ആയിരങ്ങളാണ് വിശ്വാസികൾ പ്രതിദിനം പ്രാർത്ഥനയ്ക്കായി എത്തുന്നത്. ഈ അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തിനായി തിരിച്ചുവരവിനായി പ്രാർത്ഥിക്കണമെന്ന് വത്തിക്കാനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതൊക്കെയാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ. അരുണ്യ, ഇതാണ് മാർപ്പാപ്പയുടെ ആരോഗ്യനിലയിൽ ആശങ്ക തുടരുകയാണ്. റോമിലെ ഗമേലി ആശുപത്രിയിലാണ് മാർപ്പാപ്പ ചികിത്സയിലിരിക്കുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് അനുപമ ശ്രീദേവി.